بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ അറിവ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു വിഷയം, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ കുഫ്രിയത്ത് വന്നു പോകുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ ഹദീസിൻ്റെ അവസാന ഭാഗം, അതായത് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ആർക്കെങ്കിലും 3 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവന് ഈമാനിൻ്റെ മധുരം ലഭിക്കും എന്ന് പറഞ്ഞ ആ 3 കാര്യങ്ങളിൽ മൂന്നാമതായി പറഞ്ഞ വിഷയം അൻ യക്റഹ, അവൻ വെറുക്കലാണ്, കുഫ്രിയത്തിനെ വെറുക്കലാണ്. എങ്ങനെ വെറുക്കുന്നത്? തീയിൽ കൊണ്ടുപോയി കൈവെക്കുമ്പോൾ നമ്മൾ എപ്രകാരം അത് പിൻവലിക്കുന്നുവോ ആ ഗൗരവത്തിൽ നമ്മൾ കുഫ്രിയത്തിനെ വെറുക്കുക എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, കുഫ്രിയത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരുപാട് ദൂരത്തിലാണ്, നമ്മുടെ ജീവിതത്തിലേക്കൊന്നും അത് വരില്ല, അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്. അത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, പൊതുവെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, നമുക്കൊന്നും കുഫ്രിയത്ത് വരില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ അവസാനത്തെ അമൽ എന്താണ് എന്ന് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവസാനത്തെ അമലിലാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒതുങ്ങിക്കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, ഓരോ സ്റ്റെപ്പുകളും ഇത് എൻ്റെ അവസാനത്തെ ഒരു അമലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്, അത് ഇതുമായി ഏറെ ബന്ധപ്പുലർത്തുന്ന ഒരു വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, അവൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം സംതൃപ്തമായി ജീവിക്കാൻ പറഞ്ഞു തന്ന ഒരു വളരെ സിമ്പിളായ ഒരു ടിപ്പ്. ഒരിക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറഞ്ഞു, അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എനിക്കൊന്ന് വഅള് പറഞ്ഞു തരിക, ഒന്ന് ഉപദേശിക്കുക എന്നെ. അത് വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ടായിരിക്കണം, രത്നച്ചുരുക്കം കിട്ടിയാൽ മതി, എനിക്ക് ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം അങ്ങനെയാണല്ലോ, അങ്ങനത്തെ കാലമാണല്ലോ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ കിട്ടുക എന്ന്, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിനാണ്. മുമ്പൊക്കെ പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ 2-2.5 മണിക്കൂറൊക്കെ കാണാൻ ആളുകൾക്ക് മടുപ്പുണ്ടായിരുന്നില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂർ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും. ഇപ്പോൾ അത് മാറി, അത് 45 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ യൂട്യൂബ് വീഡിയോയിലേക്ക് അത് മാറി. അത് പിന്നെയും മാറി, 1 മിനിറ്റ് റീൽസിലാണ് ഇപ്പോൾ അതുള്ളത്.
ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് പറയുന്നു അതിനാണ് പ്രാധാന്യം. യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം അവരുടെ വീഡിയോയുടെ പ്ലേ സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? പ്ലേ സ്പീഡിലാക്കാൻ. ഇത് കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ മനുഷ്യർക്ക് സമയമില്ല. അത് എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ കുറഞ്ഞ ഒരു കണ്ടന്റ് കൊണ്ട് കൂടുതൽ ആശയം കിട്ടുന്ന ഒരു ഉപദേശം എനിക്ക് വേണം എന്നാണ് ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ 3 പോയിന്റ് പറഞ്ഞു. ആ 3 പോയിന്റ് 3 തലങ്ങളെ ബന്ധപ്പെടുത്തുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് കുടുംബം, കൂട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ, അങ്ങനെ പൊതുസമൂഹത്തിൽ ആരെല്ലാം ഉണ്ടോ ഇടപഴകി പിരിയുന്നവർ, അവരുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ മൂന്നാമത്തേത് സ്വന്തം മനസാക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് 3ഉം മനുഷ്യൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 തുറകളിൽ കൃത്യമായി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ഒന്നാമത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സലാത്ത മുവദ്ദിഅ. നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീ നിസ്കരിക്കേണ്ടത് സലാത്ത മുവദ്ദിഇന്റെ നിസ്കാരമായിരിക്കണം നീ നിർവഹിക്കേണ്ടത്. ആരാണ് ഈ മുവദ്ദിഅ എന്ന് പറഞ്ഞാൽ? മുവദ്ദിഅ എന്ന് പറഞ്ഞാൽ അവസാനം വിട പറഞ്ഞു പോകുന്ന, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല, അങ്ങനെ വിട വാങ്ങി പോകുന്ന ആൾക്കാണ് മുവദ്ദിഅ എന്ന് പറയുന്നത്. ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഒരു തവാഫ് ചെയ്യും അവസാനം. ആ തവാഫിൻ്റെ പേരെന്താ? തവാഫുൽ വിദാ എന്നാണ്. വിദാഇൻ്റെ തവാഫ്. വിദാ എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ. ഒരു വിടവാങ്ങലിൻ്റെ നിസ്കാരമായിരിക്കണം നീ നിസ്കരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊരു നിസ്കാരമില്ല. അങ്ങനത്തെ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിർവഹിച്ചിട്ടുണ്ട്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും. ഇനി ഞാനൊരു ഉദാഹരണം കൊണ്ടുവരാം. നമ്മളിപ്പോൾ പിടിച്ചിവിടെ നിർത്തി കൊല്ലാൻ പോവാണ്. ഒരാൾ കൊല്ലാൻ ഒരുങ്ങി നമ്മളെ. നമുക്ക് അവസാനമായി വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ആ വഖത്ത് നിസ്കരിക്കാൻ, ഇശാ നിസ്കരിക്കാനുള്ള അനുവാദം തന്നു. എങ്കിൽ നിങ്ങൾ ആ ഇശാ എങ്ങനെയായിരിക്കും നിസ്കരിക്കുക? ഏറ്റവും ഭംഗിയായി, അല്ലേ? ഏറ്റവും ഭക്തിയോടെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അള്ളാഹുവിനെ നന്നായി ഓർത്തുകൊണ്ട്, ഗദ്ഗദത്തോടെ, മനസ്സ് കുലുങ്ങി, കണ്ണ് നിറഞ്ഞ്. കാരണം ഇനി എനിക്ക് നിസ്കാരമില്ല. ആ നിസ്കാരമില്ല എന്ന ഉറപ്പിൻ്റെ മേൽ അവൻ നിസ്കരിക്കുകയാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. അതാണ് മുവദ്ദിഅന്റെ നിസ്കാരം. ഇന്ന് നമ്മുടെ മഗ്‌രിബ് നിസ്കാരം ഞാനും നിസ്കരിച്ചു, നിങ്ങളും നിസ്കരിച്ചു, അങ്ങനെയാണ് നിസ്കരിച്ച. അതെന്താ കാരണം? നമ്മൾ ഇശാ നിസ്കരിക്കാൻ നമ്മളുണ്ടെന്നുള്ള ഉറപ്പ്. ഞാനിവിടെ ഇശാ നിസ്കരിക്കാൻ ഉണ്ട് എന്ന് ഉറപ്പ്. ആരാ ഉറപ്പ് എന്ന് എനിക്ക്? ആ ഉറപ്പ് നിനക്ക് തന്നവൻ ശൈത്താനാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിനെ, അതാണ് ഈ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിനെയാണ് വെച്ചത് അവിടെ. അള്ളാഹുവുമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കടമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്, നീ നിസ്കരിക്കുമ്പോൾ മുവദ്ദിഇന്റെ നിസ്കാരമായിരിക്കണം നീ നിർവഹിക്കേണ്ടത്. ഞാൻ നിസ്കാരത്തിൻ്റെ മഹത്വവും ഫളായിലുകളും വിവരിക്കുന്നില്ല. നമ്മുടെ ഈ വിഷയം ഒന്ന് കംപ്ലീറ്റ് ആക്കണം. പക്ഷേ നിസ്കാരത്തെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും
അസ്സലാത്ത്, നമ്മളുടെയും അവരുടെയും ഇടയിലുള്ളതായ കരാർ. ആ കരാർ എന്താണ്? അസ്സലാത്ത്, നിസ്കാരാണ്. ഫമൻ തറക്കഹ, ആ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ഫഖദ് കഫറ, അവൻ കാഫറാണ്. അപ്പൊ കുഫ്രിയത്തിലേക്കുള്ള മടക്കത്തെ വെറുക്കുക എന്ന് പറയുമ്പോൾ അതിലെ ഒരു പോയിന്റ് അതാണ്. എന്ത്? നമ്മുടെ നിസ്കാരം, ആ തർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണമുണ്ട്. ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് സമയം വിട്ട് പിന്തിക്കുന്ന വിഷയം, അതുപോലും മനുഷ്യൻ കുഫ്രിയത്തിനെ വെറുക്കുന്നില്ല എന്നതിൻ്റെ തെളിവായിക്കൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്. സമയം വിട്ട് പിന്തിക്കുക എന്നുള്ളത്, നിസ്കാരത്തെ സമയം വിട്ട് പിന്തിക്കാൻ ആർക്കും അനുവാദമില്ല. മൂന്നാളുകൾക്കൊഴിച്ച് സമയത്തെ വിട്ട് പിന്തിക്കാൻ അനുവാദമില്ല. ആ മൂന്നാളിൽ രണ്ടാളുകൾക്ക് ആ സമയത്തെ വിട്ട് പിന്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധയാണ്. മൂന്നാമത്തെ ആൾക്ക് മാത്രമാണ് ബോധപൂർവം പിന്തിക്കാൻ അനുവാദമുള്ളൂ. അപ്പോൾ ബോധപൂർവം സമയത്തെ വിട്ട് പിന്തിക്കാൻ അനുവാദമുള്ള ആൾ ആര് മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രമേ ഉള്ളൂ. ബോധപൂർവം അല്ലാതെ പിന്തിക്കാൻ അനുവാദമുള്ളവർ ഇതിൻ്റെ പുറമെ 2 പേര്, അങ്ങനെ 3 ആളുകൾ. ആ 3 ആളുകളല്ലാത്ത ആളുകൾ മറ്റുള്ളവർക്കെല്ലാം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയം നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. സമയം നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. ആരാണ് ആ 3 ആൾ? അത് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പറയാം. ഒന്ന്, ഉറങ്ങിപ്പോയ ആൾ. ഉറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അയാൾ അഗാധമായ ഉറക്കത്തിൽപ്പെട്ടു. ആരും വിളിച്ചിട്ടില്ല. ആ ഉറക്കം ആഴത്തിലായിപ്പോയി. അയാൾ എഴുന്നേറ്റപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു. അയാൾക്ക് എപ്പോഴാണോ അയാൾ ഉണരുന്നത് അപ്പോൾ അത് അയാളുടെ നമസ്കാരത്തിൻ്റെ സമയമാണ്. 2, മറന്നുപോയ ആൾ. അത് മനുഷ്യ സഹജമായിട്ടുണ്ടാകും. മറവി, ബോധപൂർവമുള്ള മറവിയല്ല, ആഴത്തിൽ വന്ന മറവിയാണ്, ഓർത്തേയില്ല. അങ്ങനെ ഒരു വഖത്തിനെ പറ്റി എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. മഗ്‌രിബ് ഇശാഉം ജമാഅക്ക് നിസ്കരിക്കാൻ തീരുമാനിച്ചു, പിന്തിച്ചു പരിപാടിക്ക് പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച്, സാധാരണ മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിലെത്താറാണ് പതിവ്. അപ്പം നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മ. വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. സുബഹിക്ക് എണീറ്റപ്പോൾ അല്ലാ, മഗ്‌രിബ് ഇശാഉം നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ മറവി. അവൻ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ അവനത് നിർവഹിക്കാം. 2, ജംഉം ഖസറും ആക്കുന്നതിന് വേണ്ടി നമസ്കാരത്തെ പിന്തിച്ച ആൾ. ജംഉം ഖസറും വിശദീകരിക്കേണ്ട ഒരു അധ്യായമാണ്, അതെപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിക്കാം. പിന്തിച്ച് ജമ്മാക്കുക അല്ലെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക, അപ്പോൾ സമയത്തെ വിട്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ 3 ആളുകൾ അല്ലാത്ത 4ാമന് നിസ്കാരത്തെ സമയത്തെ വിട്ട് പിന്തിക്കാനുള്ള അനുവാദമില്ല. പിന്നെ ആളുകൾ ചെയ്യുന്ന ഒരു ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ വഖത്തിൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഖളാ വീട്ടാം എന്നുള്ളത്. അങ്ങനെ ഒരു ഹുക്കുമേ ഇസ്ലാമിലില്ല. ഖളാ വീട്ടുന്ന പരിപാടി തന്നെ ഇസ്ലാമിലില്ല. ഈ 3 ആളുകൾക്ക് എപ്പോഴാണോ എഴുതേക്കുന്നത് ഖളാ വീട്ടലല്ല, അത് അവരുടെ സമയം അതാണ്. 3 ആളല്ലാത്ത 4ാമത്തെ ഒരാൾക്ക് ഖളാ വീട്ടുക എന്ന ഹുക്കുമില്ല എന്ന് പറയുമ്പോൾ, നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണെന്ന് പറയുമ്പോൾ, ഏത് സമയം എവിടെ നിന്ന് ആരംഭിക്കുന്നോ അവിടെ മുതൽ അത് അവസാനിക്കുന്നത് വരെ നിസ്കാരത്തിൻ്റെ സമയമുള്ളൂ. അപ്പോൾ ഒരാൾ ളുഹ്ർ വാങ്കിൻ്റെ സമയം, ആ ളുഹ്ർ വാങ്കിൻ്റെ സമയം മുതൽ അസർ വാങ്കിൻ്റെ സമയം വരെ ളുഹ്റിൻ്റെ സമയമാണ് എങ്കിൽ, ഈ അസർ വാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആ സമയം പ്രവേശിച്ചാൽ അതിനുശേഷം അവന് നിസ്കാരമില്ല. ഓർത്താലും ഇനി അപ്പം നിസ്കരിക്കാം, ഇല്ല, അവന് നിസ്കാരമില്ല. ഇവിടെ ഉലമാക്കൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ വിഷയം മസ്ജിദുൽ ഹറമിൽ ഷെയ്ഖ് അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് അയാൾ സമയത്തെ വിട്ട് പിന്തിക്കാൻ ബോധപൂർവമല്ല, അയാൾ ഓർമ്മയിലുണ്ട്, പക്ഷേ
യാദർച്ഛികമായി ആ വഖത്ത് കഴിഞ്ഞു പോയി എങ്കിൽ അയാൾക്ക് നിസ്കരിച്ചൂടെ? അതിന് ഖളാ എന്ന് പറയാൻ പറ്റില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ളുഹറിൻ്റെ സമയം 12:30 എങ്കിൽ 12:25 അയാൾക്ക് നിസ്കരിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. എങ്കിൽ ളുഹറിൻ്റെ സമയം അവസാനിക്കുന്നത് 3:40 3:45 നിസ്കരിക്കാൻ അയാൾക്ക് അനുവാദമില്ല. അത്രയും സ്ട്രോങ് ആയൊരു ഇബാദത്താണത്. അത് അഹ്ദാണ്. നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ, അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിലുള്ള കരാറാണ്. ഞാൻ മുഅ്മിനാണ് എന്ന് സ്ഥിരപ്പെടുത്തപ്പെടുന്ന അടയാളമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ വലൈസ ബൈന റജുലി വൽ കുഫ്രി വശിർകി ഇല്ലാ തർക്കുസ്സലാത്ത്. കുഫറിൻ്റെയും അതുപോലെ ശിർക്കിൻ്റെയും ഈമാനിൻ്റെയും ഇടയിലുള്ളതായ വ്യത്യാസം അവൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാ. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അത് മാത്രമല്ല, നാളെ ഹിസാബിൻ്റെ സമയത്ത്, വിചാരണ സമയത്ത് ആരാധനകളിൽ നിന്ന് ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാ, വേറൊന്നിനെ പറ്റിയല്ല. ആദ്യം വിചാരണ ചെയ്യുന്നത് അല്ലാഹു തആല ആദ്യം ചോദിക്കുന്നത് അൻ ഉംരിഹി. ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും, ഫസ്റ്റ് ചോദ്യം അതാണ്. അൻ ഉംരിഹി, അവൻ്റെ ആയസ്. ഈ ആയസ് എങ്ങനെ ചെലവഴിച്ചു, അതൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം വാൻ മാലിഹി, അവൻ്റെ സമ്പാദ്യത്തെ പറ്റി. രണ്ടാമത്തെ ചോദ്യം വാൻ ഇൽമിഹി, അവൻ്റെ അറിവിനെ സംബന്ധിച്ച് എന്തൊക്കെ അറിഞ്ഞു, അതനുസരിച്ച് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. മൂന്നാമത്തെ ചോദ്യം വാൻ മാലിഹി, സമ്പത്തിനെ സംബന്ധിച്ച്. അത് നമുക്ക് എപ്പോഴെങ്കിലും അതിനെപ്പറ്റിയുള്ള വിശദീകരണം തരാം. ഏതായാലും ഈ ചോദ്യങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇടയിൽ വരുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അൻ അമലിഹി സലാത്തുഹു. അവൻ്റെ അമലിൽ നിന്ന് അന്ത്യനാളിൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ആ നിസ്കാരമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിലൊക്കെ നമ്മൾ സമ്പൂർണമായി സംതൃപ്തിയോടുകൂടിയാണോ അത് നിസ്കരിച്ചിട്ടുള്ളത്? എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ നിർവഹിക്കാനുള്ള ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത വഖത്തിൽ ഞാനില്ല, ഒരു ഉറപ്പില്ല. സുബഹി നിസ്കരിക്കാൻ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഒരു 1.5 മാസം മുമ്പ് പിരിഞ്ഞു പോയ ഒരു സുഹൃത്ത് ഇശാ നിസ്കരിച്ചിട്ട് പോവുകയാണ്. സുബഹി നിസ്കരിക്കുമ്പോൾ കാണാം, അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയ ആൾ സുബഹി നിസ്കരിക്കാൻ ഞാൻ സലാം വിട്ടിട്ട് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഇയാൾ കിടന്നുറങ്ങിയല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതുകയും ചെയ്തു. സത്യത്തിൽ അയാൾ സുബഹി വാങ്ക് കൊടുക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. അയാൾക്ക് ഞാനുമായി എന്നിൽ നിന്നൊരു വലിയ വിവരം കിട്ടണം. എൻ്റെ കയ്യിലുള്ള ഒരു വലിയൊരു വിഷയത്തെ പറ്റി അയാൾക്ക് അറിവ് കിട്ടണം. ആ അറിവ് മേടിക്കാനുള്ള തയ്യാറെടുപ്പിൽ അയാൾ സുബഹിക്ക് വരാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, ഇശാ നിസ്കാരം കഴിഞ്ഞ് പോകുകയല്ലേ, നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം, അവിടെ നിന്ന് സംസാരിച്ച് പിരിഞ്ഞാൽ പോരെ? അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് സൗകര്യപൂർവ്വം ഇരുന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് കിടന്നുറങ്ങണം. എന്നാലോചിച്ച് നോക്ക്, നിങ്ങൾക്കൊക്കെ ഇതുപോലെ അനുഭവങ്ങളുണ്ടാവും. നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിസ്കാരം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഭാരമായിട്ട് വരാൻ പാടില്ല. നിസ്കാരം വാങ്ങിക്കൊടുക്കുമ്പോൾ ചില ആൾക്കാർ വാങ്ങിക്കൊടുത്ത് നിസ്കാരത്തിൻ്റെ സമയം വല്ലാത്തൊരു എന്തോ ഒരു വലിയ നമ്മുടെ ജോലി തിരക്കിനിടയിൽ ഒരു തടസ്സം നിൽക്കുന്ന ഒരു സാധനമാണത് പലരുടെയും പ്രവർത്തനത്തിൽ. നിസ്കാരത്തിൻ്റെ സമയമായി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ എന്താ? അഖിമിസ്സലാത്ത അവാരിഹന, ഇഖാമത്ത് കൊടുക്ക്, നമുക്ക് റാഹത്തെടുക്കാം, നമുക്ക് റാഹത്താകാം. നിസ്കാരം നമുക്ക് റാഹത്തായിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കുകയാണ്.
അപ്പോൾ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവനായ റബ്ബിൻ്റെ മുമ്പിൽ എനിക്കെൻ്റെ വിഷയങ്ങൾ പറയാനുള്ളതായ അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നിസ്കാരത്തിലുള്ള നമ്മുടെ ചിന്തകൾ, ആ ചിന്തകൾ സത്യത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഖീമിസ് സ്വലാത്ത, നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്ന് പറഞ്ഞിട്ട് തൊട്ടു പുറകിൽ പറഞ്ഞ എന്താ? അഖീമിസ് സ്വലാത്ത ലിദ്ദിക്രി, ലിദ്ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി. നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? അള്ളാനെ ഓർക്കാൻ വേണ്ടിയാ നിസ്കരിക്കുന്നത്. ഇന്നത്തെ മകര നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം അള്ളാനെ ഓർത്തു? നിസ്കാരത്തിൻ്റെ തൂക്കം മീസാനിൽ അള്ളാഹു കണക്കാക്കുന്നുണ്ട്. മീസാൻ അത് നമുക്ക് ഹിസാബിനെ പറ്റിയൊക്കെ വിശദീകരിക്കുമ്പോൾ പറയേണ്ട വിഷയമാണ്. മീസാനിൽ അള്ളാഹു നിസ്കാരത്തെ തൂക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ എത്ര പ്രാവശ്യം ഓർത്തു എന്നത് വെച്ചിട്ടാണ് തൂക്കണത്. ഒരു പ്രാവശ്യം ഓർത്താൽ ആ ഒരു പ്രാവശ്യം ഓർത്തതിൻ്റെ തൂക്കം കിട്ടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ചില ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ പകുതി കൂലി കിട്ടും, മുഴുവൻ കൂലി കിട്ടുന്നു അപ്പോഴും ആ ഹദീസിലില്ല. മുഴുവൻ കൂലി കിട്ടുമെന്ന ഹദീസിലില്ല അപ്പോഴും. ചില ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ പകുതി കൂലി കിട്ടും, ചില ആളുകൾക്ക് അത് 1/3, ചില ആളുകൾക്ക് അത് 4/1, 5/1, 6/1, അങ്ങനെ പറഞ്ഞ് 10/1. 10/1 കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. ആ 10/1 നമ്മൾ ഉണ്ടാണ്ടേ? പകുതി കിട്ടിയവരുടെയൊക്കെ സ്ഥാനം എത്ര വലുതായിരിക്കും? സത്യത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും നിസ്കാരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടേ, ഈ നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ചിന്തിക്കുക. കട നടത്തുന്ന ആളാണെങ്കിലും നിസ്കാരത്തിന് ശേഷം കടയിൽ പോകുന്നതിനെ പറ്റിയും കച്ചവടത്തെപ്പറ്റിയും ഇന്നത്തെ കച്ചവടത്തിൻ്റെ ലാഭത്തെപ്പറ്റിയും ഷോപ്പിങ്ങിന് ആൾ കുറഞ്ഞതിനെ പറ്റിയും ഒക്കെ അങ്ങനെ ഇരിക്കും ചിന്ത. ജോലിക്കാരൻ അവൻ ജോലി ടൈം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. ഓരോരുത്തരും അതാത് നിസ്കാരങ്ങളിൽ അവൻ അതിനുശേഷം ചെയ്യുന്ന പ്രവർത്തനത്തെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത അതിനിടയിൽ അപൂർവമായി വന്ന് അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിസ്കാരം അത് നീ നിർവഹിക്കുമ്പോൾ നിനക്കത് സംതൃപ്തിയോടെ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗം ഞാൻ മുവദ്ദിഇൻ്റെ നിസ്കാരമാണ് നിർവഹിക്കുന്നത്. ഇനി എനിക്ക് ഒരു നിസ്കാരം ഉണ്ടാവില്ല, ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളിപ്പോൾ ഇന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തെ പറ്റി ഹദീസ് പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? മരണം എന്നാ. കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഹ്യാന അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ ബിസ്മില്ലാഹി അമൂത്തു വ അഹ്യ, അല്ലേ? അമൂത്തു ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യ. ഞാൻ അനാമു വ അഹ്യ എന്നല്ല, ഞാൻ ഉറങ്ങുകയും ഞാൻ ഉണരുകയും ചെയ്യുക എന്നല്ല പറഞ്ഞത്. അമൂത്തു, ഞാൻ മരിക്കാൻ പോവുക. നിസ്കാരം മരണമാണ്, ഉറക്കം മരണമാണല്ലോ, അതൊരു മരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞതായി, എൻ്റെ അടിമയുടെ ആത്മാവിനെ അള്ളാഹ് പിടിക്കുകയാണ്. ശരിക്കും ആത്മാവ് അള്ളാഹിൻ്റെ കയ്യിലായിരിക്കും. ഉണരുമ്പോൾ അത് തിരിച്ചു തരും. ആ ഉണരുമ്പോൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ, ഉണരുമ്പോൾ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനാണ് അള്ളാഹു എന്നാ പറഞ്ഞത്. അപ്പോഴും നമ്മൾ മരണത്തിലായിരുന്നു. അപ്പം മരണമാണ് ശരിക്കും അത്. അപ്പം ഞാൻ ഇന്ന് ഫജ്ർ നമസ്കരിക്കാൻ, ഞാൻ ഇശാ നിസ്കരിച്ച് വീട്ടിൽ പോയാൽ ഫജ്ർ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല. അപ്പം എൻ്റെ ഇശാ നിസ്കാരം എത്ര സ്ട്രോങ് ആയിരിക്കും? അങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. രണ്ടാമത്, ആ ഹദീസിലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്രകാരമാണ്,
ഒന്നാമത്തേത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് പൊതുസമൂഹവുമായുള്ള ബന്ധമാണ്. അതിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹദീസിലുള്ളത്. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചെലവഴിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് നമ്മളുടെ നാവ് കൊണ്ടാണ്, അല്ലേ? പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് നാവ് കൊണ്ടാണ്. സംസാരം, ഇടപഴകൽ, അതാണ് ഉള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയത്. വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദാ. നാളെ ഖേദിക്കാൻ പാകത്തിനുള്ള ഒരു വർത്തമാനം നീ പറഞ്ഞു പിരിയരുത് ആരോടും. അത് ആരോടാണെങ്കിലും അവസാനം പറഞ്ഞു പിരിയേണ്ട വാക്ക് ഏതാണ്? നല്ല വർത്തമാനമായിരിക്കണം. അത് പിന്നെ ശരിയാക്കാം, അത് പിന്നെ ശരിയാക്കാം, അത് ഞാൻ പിന്നീട് അവനെ പോയി കണ്ട് സംസാരിച്ചോളാം. നമ്മൾ സത്യത്തിൽ വാഗ്വാദങ്ങൾ, ഒരാളെ പറഞ്ഞ് തോൽപ്പിച്ചിട്ട് നേടുന്ന ഒരു വിജയം, അതൊക്കെ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സംതൃപ്തി അതിലാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവ്, ഭാര്യ ഭർത്താവിനോട് വളരെ മോശമായൊരു വാക്ക് വർത്താനം പറഞ്ഞു. എൻ്റെ ഒരു കുടുംബക്കാരിൽപ്പെട്ട ഒരാളുടെ ഒരു സംഭവം ഞാൻ പറയണം. വളരെ മോശമായൊരു വർത്താനം. ആ വർത്താനം പറഞ്ഞപ്പോൾ ഭർത്താവിനുണ്ടായൊരു മാനസിക വിഷമമുണ്ട്. ആ വിഷമത്തിൽ അയാളും അവിടെ കിടന്നുറങ്ങി. 3 മണിക്ക് ഭാര്യ എഴുന്നേറ്റു. ഭർത്താവ് കൂർക്കം വലിക്കുന്ന ആളാണ്. ഭർത്താവിൻ്റെ കൂർക്കം വലി കേട്ടില്ല. കൂർക്കം വലിക്കാണ്ട് കണ്ണടച്ച് കിടക്കണുണ്ടപ്പോൾ ഇവള് കരുതിയത് എന്താ, പറ്റിക്കാൻ വേണ്ടി കിടക്കണേന്ന് കരുതിയത്. അവള് തട്ടി നോക്കിയപ്പോൾ മരവിച്ച് കിടക്കുന്നു. എന്നാ അവസ്ഥ ആലോചിച്ച് നോക്ക്. വലിയ പ്രായമുള്ള ആൾക്കാരല്ല, മരവിച്ച് കിടക്കുന്നു. ആള് മരണപ്പെട്ടു. ഈ പറഞ്ഞ വാക്കിൻ്റെ മേലുള്ള വിഷമം കൊണ്ട് മരിച്ചതൊന്നുമല്ല. അദ്ദേഹത്തിന് അള്ളാഹു ആ കണക്ക് അവിടെ പൂർത്തിയാക്കി. രോഗിയായിരുന്നു അദ്ദേഹം, മരണപ്പെട്ടു. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 8 വർഷം കഴിഞ്ഞ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ കുടുംബക്കാരിയെ കണ്ടിരുന്നു. അവരിപ്പോഴും സങ്കടത്തിലാണ്. അവർക്ക് ആ സങ്കടം പോകുന്നില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നേരം വെളുക്കുമ്പോൾ പറഞ്ഞ് ശരിയാക്കാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. നേരം വെളുക്കുമ്പോൾ ഇവൻ ഉണ്ടാകുമെന്ന് ഇവക്കാരാ ഉറപ്പ് കൊടുത്തത്? നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണ്ടെന്ന് എനിക്ക് ആരാ ഉറപ്പ് തന്നത്? അതുകൊണ്ട് തന്നെ എൻ്റെ അടിമകളോട് പറയുക, സംസാരം നടത്തുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് ഹസനായിരിക്കണം, ഏറ്റവും നല്ല വർത്താനായിരിക്കണം പറയേണ്ടത്. പല പ്രശ്നങ്ങളുണ്ടാകും, പല പ്രശ്നം ഉണ്ടാകും. പക്ഷെ ആരുടെയും മനസ്സിന് വ്രണമേൽപ്പിച്ചുകൊണ്ടുള്ള വർത്താനം പറഞ്ഞ് പിരിയാൻ പാടില്ല. കാരണം ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, ശൈത്താൻ അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഇറങ്ങി കുഴപ്പമുണ്ടാക്കും. ശൈത്താൻ കുഴപ്പമുണ്ടാക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വർത്താനം മതി പിശാചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിലേക്ക് അവന് പോകാൻ. പിശാചിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താ? കുഫ്രിയത്താ. കുഫ്രിയത്തിലേക്ക് പോകാൻ ആ ഒരു വർത്താനം മതി. അങ്ങനെ പോയ ആൾക്കാരുമുണ്ട്. കുഫ്രിയത്തിലേക്ക് അങ്ങനെ പോയി ഇട്ടെറിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഓൻ്റെ ഒറ്റ വർത്താനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയി എന്ന് പറയും. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ദുർബലത. ഏതായാലും രണ്ടാമത് ആ ഹദീസിൻ്റെ വാക്കതാണ്, നാളെ ഖേദിക്കേണ്ടി വരുന്ന ഒരു വർത്തമാനം, ആ വർത്തമാനം നീ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മുഅ്മിൻ അവൻ്റെ ഈമാൻ ശരിയാകണമെങ്കിൽ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഹൃദയം ആദ്യം നേരെയാകണം, ഇസ്തിഖാമത്ത് വേണം.
എന്നാൽ വലാ യസ്തഖീമു ഖൽബുഹു, ഒരാളുടെ ഹൃദയം ശരിയാവുകയില്ല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ നാവ് ശരിയാകുന്നവരെ. അപ്പം നാവ് ശരിയായാലാണ് ഹൃദയം ശരിയാകുള്ളൂ. സംസാരം നന്നായാലാണ് ഹൃദയം ശരിയാകുള്ളൂ. ഹൃദയം ശരിയായാലാണ് ഈമാൻ ശരിയാകുള്ളൂ. ചില ആളുകളൊക്കെ പറ്റി പറയാറുണ്ട്, അത് മൂപ്പരിങ്ങനെ അങ്ങനെ പറയുന്നുള്ളൂ, മൂപ്പരെ കൽബിൽ ഭയങ്കര ഈമാനുണ്ട്. ഈമാനുള്ളവൻ്റെ വായിന്ന് ആ വർത്താനം വീഴൂല. മോശമായ വർത്താനങ്ങളൊന്നും ഒരു മുഅ്മിനിൻ്റെ നാവിന്ന് പുറത്തു വരില്ല. അവൻ എത്ര വലിയ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ ഈമാൻ അളക്കുന്നത് അവൻ്റെ സംസാരത്തിൽ നിന്നാണ്, വർത്താനം നോക്കിയിട്ടാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ ഓരത്ത് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? വാദിക്കും. വീട് നേടിക്കൊടുക്കാൻ ഞാൻ വാദിക്കും. ആർക്ക് വേണ്ടി? ലിമൻ തറക്കൽ മിറാഅ, തർക്കങ്ങൾ ഒഴിവാക്കിയ ആളുകൾക്ക്. തർക്കം, വല്ലാണ്ട് തർക്കം. ദീനിൻ്റെ വിഷയമല്ല ഈ പറഞ്ഞത്, തൗഹീദും ശിർക്കും അല്ല ഞാൻ ഈ വിഷയം പറഞ്ഞത്. അതിൻ്റെ പേരിൽ തർക്കിക്കേണ്ടി വന്നാൽ തർക്കിക്കണം, അതല്ല. മറിച്ച് വെറുതെ ചില ആവശ്യമില്ലാത്ത തർക്കങ്ങളൊക്കെ നടത്താറുണ്ട് ആൾക്കാർ. ഈ തർക്കങ്ങൾ ഒഴിവാക്കിയ ആൾ ഇനി കാണാം, ആ ഹദീസിൽ കാണാം, ഇൻകാന മുഹിഖൻ, ഇവന്റെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിലും ശരി, തർക്കിക്കാനുള്ള ന്യായം അവന്റെ ഭാഗത്തുണ്ട്, അവൻ പറഞ്ഞതാണ് ശരി എങ്കിൽ പോലും എന്ത് ചെയ്യണ്ട? അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഓരോരുത്തർ വീട് ഞാൻ മേടിച്ചു കൊടുക്കാൻ അള്ളാഹിനോട് ഞാൻ വാദിക്കും. അതേപോലെ ബൈത്തിൻ ഫീ വസ്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലൊരു വീട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ വാദിക്കും. ലിമൻ തറക്കൽ കെദിബ, കളവൊഴിവാക്കിയവന്, നുണ പറയുന്നത് ഒഴിവാക്കിയവന്. വൈൻകാന മാസിഹൻ, തമാശക്കാണ്, തമാശക്ക് നുണ പറയുന്നത് ഒഴിവാക്കി. ചില ആൾക്കാർ പറയില്ലേ, പച്ചക്കളവ് പറയും. പച്ചക്കളവ് പറഞ്ഞിട്ട് പിന്നെ പറയാ അത് തമാശക്ക് പറഞ്ഞാണ്. ആ ഒരു കളവ് കൊണ്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഹദീസിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, കുടുംബക്കാരോടാണെങ്കിലും ഭാര്യനോടാണെങ്കിലും. ഭാര്യനോടൊക്കെ കളവ് പറഞ്ഞ ആൾക്കാരുണ്ട്, ഭാര്യയോട് കളവ് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാ കളവ് പറഞ്ഞത്? ഉള്ള കാര്യം പറഞ്ഞൂടെ, ഉള്ള വിഷയം അങ്ങ് പറഞ്ഞാൽ പോരെ. അതായത് പരസ്പര ബന്ധങ്ങൾ അത് അത്ര ഊഷ്മളമല്ല എന്നതിൻ്റെ തെളിവാണ് കളവ് പറയേണ്ടി വരിക എന്നുള്ളത്. ഞാൻ ഒരു നമ്മുടെ മുജാഹിദുകൾ ഒരുമിച്ച് കൂടിയതല്ലാത്ത ഒരു വേദിയിൽ ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ കുടുംബങ്ങളാണ് ഒരുമിച്ച്, ഭാര്യയും ഭർത്താവൊക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളാണ്. ഏകദേശം 700-ഓളം ആളുകൾ ഒരുമിച്ച് കൂടി ഒരു വലിയൊരു കുടുംബസംഗമമാണ്. ആ കുടുംബസംഗമത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. സ്വന്തം മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അറിയുന്ന, ഭർത്താവിൻ്റെ പാസ്വേഡ് അറിയുന്ന എത്ര ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട്? കൈവക്കാൻ പറഞ്ഞു. ഭർത്താവിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് അറിയുന്ന എത്ര ഭാര്യമാരുണ്ട്? വളരെ അപൂർവമായ ആൾക്കാരെ കൈവന്തിച്ചത്. തിരിച്ച് ഞാൻ ചോദിച്ചു, ഭാര്യയുടെ മൊബൈലിൻ്റെ പാസ്വേഡ് അറിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? എല്ലാവരും കൈവന്തിച്ചു. അതവൻ്റെ അവകാശമായിട്ടാണ് കണ്ടേക്കണേ. ഏത്? ഭാര്യയുടെ മൊബൈലിൻ്റെ പാസ്വേഡ് ഞാൻ അറിഞ്ഞിരിക്കണം, അതവൻ്റെ അവകാശം. എന്നാൽ ഓൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് ഓളറിയാൻ പാടില്ല. നമുക്കിടയിൽ ബന്ധം ഊഷ്മളമാകുക, കുടുംബത്തിൻ്റെ ഇടയിൽ. അങ്ങനെ വരുമ്പോൾ സംസാരത്തിൽ നമുക്ക് ഖേദം ഉണ്ടാവുകയില്ല. പിന്നെ ആ ഒരു മഹത്വം കിട്ടുന്ന ആളുകൾ, സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ സമീപിക്കണം. തിന്മ ഒരാളുടെ ഭാഗത്തുനിന്ന് മോശമായ വർത്താനം ഉണ്ടായാൽ അയാളോട് തിരിച്ചു പറയേണ്ട വർത്താനം ഏറ്റവും നല്ല വർത്താനായിരിക്കണം. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം,
അങ്ങനെ വന്നാൽ നിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ശത്രുത അത് മാറി നിങ്ങൾ ആത്മമിത്രങ്ങളായി തീരാൻ കഴിയും. അപ്പം സംസാരം ഏറ്റവും നല്ലതായാൽ നമുക്കാരും ശത്രുക്കളാവൂല, ഒരു ശത്രു ഉണ്ടാവൂല. സത്യത്തിൽ നമ്മളുടെ എല്ലാം സംസാരങ്ങളിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്താൽ, സോഷ്യൽ മീഡിയ ഒരു സംസാരത്തിൻ്റെ പ്ലാറ്റ്ഫോമാണല്ലോ, എടുത്താൽ ആവശ്യമില്ലാണ്ട് ഓരോരുത്തരെ പറ്റി അങ്ങനെ അങ്ങോട്ട് പറയുക, ഓരോന്നും അങ്ങോട്ട് പറയുക. ഇത് പറയുന്നവർക്ക് അങ്ങോട്ട് പറയാം, അതിൻ്റെ പേരിൽ അവരെന്തെല്ലാം വിഷമം അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ പുതിയൊരു വിവാദമാണ് ഈ രാമക്ഷേത്ര വിഷയം, അല്ലേ? രാമക്ഷേത്ര വിഷയത്തിൽ ഈ വിവാദം ഉണ്ടാക്കാൻ അതിന് ആരെങ്കിലും ഒരു ആശംസ പറയുകയോ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് പറയുകയോ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്ത് അവനങ്ങോട്ട് സൈബർ ആക്രമണത്തിൽ അവരൊന്നുമല്ല ഉണ്ടാക്കി തീർക്കും. ഇന്ത്യ രാജ്യം ഓരോരുത്തർക്ക് സ്വന്തമായ നിലപാടെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ? ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയുന്നു, രാഷ്ട്രീയ ലാഭം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ശ്രീരാമനെ ദൈവമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട്. അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അനുകൂലമായി പറഞ്ഞോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഈ വർത്താനം പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയിട്ട് കമൻ്റ് ഇടും സംഖ്യയായി എന്ന് പറഞ്ഞുകൊണ്ട്. അതിലൊന്നും അർത്ഥമില്ല. തോന്നിയസ്ഥങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അടിച്ചിങ്ങനെ വിടുക തന്നെ. എനിക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ ഇസ്ലാമിൽ ആ നിലപാടാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ആ നിലപാട് കൈക്കൊണ്ടത്. ഇപ്പോൾ ബാബരി മസ്ജിദ് വിഷയത്തിൽ മസ്ജിദ് നിന്ന സ്ഥലം അത് ഞങ്ങളുടേതാണ് എന്നൊരു കൂട്ടം ആളുകൾ അവകാശവാദം ഉന്നയിക്കുകയും അവരുടെ പുണ്യഭൂമിയാണെന്ന് അവർ പറയുകയും ചെയ്ത ഒരു മുഅ്മിനിൻ്റെ നിലപാടോടെ എന്താണ് ശരി? അങ്ങനെയാണെങ്കിൽ നിങ്ങളെടുത്തോ, ഞങ്ങൾക്കില്ല. അവർ മാന്യമായിട്ട് പറയണം, നിങ്ങൾക്ക് വേറെ സ്ഥലം തരാം, അവിടെ നിങ്ങൾ പള്ളി പണിതു, അൽഹംദുലില്ലാ, നല്ല കാര്യം. കാരണം 3 മസ്ജിദ് ഒഴിച്ച് ബാക്കി എല്ലാ പള്ളികളും പള്ളി മാത്രം. പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ നിശ്ചയിക്കപ്പെട്ടത് 3 മസ്ജിദ് മാത്രമേ ഉള്ളൂ. എന്നിട്ടിങ്ങനെ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ജൂതൻ പലസ്തീനിൽ ബൈത്തുൽ മഖ്ദസ് പിടിച്ചടക്കി അതിൻ്റെ മുകളിൽ അവൻ ആധിപത്യം സ്ഥാപിച്ചിട്ട് ഇവനക്ക് യാതൊരു വേദനയില്ല, ഒരു പ്രശ്നമില്ല അവനക്ക്. ആ ജൂതൻ്റെ എല്ലാ സംസ്കാരവും അവൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും അന്ന് മുസ്ലിം സമുദായം അങ്ങനെ ഒരു വിഷയം ഉണ്ടായ അന്ന് ശരി, ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണ് എങ്കിൽ നിങ്ങളത് കൈക്കൊണ്ടോ, നമ്മൾ വേറെ പള്ളി പണിയാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിലേക്ക് എത്തൂല, വിഷയം വിവാദമാവൂല, ആർക്കും ആക്കാൻ കഴിയില്ല. ഇതിൽ നിന്നും 2 കൂട്ടർ വളർന്നു വരണം. 2 ടീം ഇവിടെ വളർന്നു. അവർ 2 ടീമും വളർന്നത് ഈ മസ്ജിദിൻ്റെ പ്രശ്നത്തിലാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ നിരോധാജ്ഞ പുറപ്പെടുവിച്ച് നിൽക്കുന്ന സമയത്ത് കോട്ടയം തിരുനക്കര മൈതാനിയിൽ അവിടെ നിരോധാജ്ഞ ഇല്ല, അവിടെ നിന്നിട്ട് പ്രസംഗിച്ചതാണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ വന്നവൻ ആരാണെങ്കിലും അവൻ്റെ കൈ ഞങ്ങൾ വെട്ടും, ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ആളുണ്ട്. ആളുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. കൈ വെട്ടും, ആ താടി ഞങ്ങൾ വടിക്കും. ഈ മുസ്ലിമിനെ പറ്റി വേറൊരു മുസ്ലിം പ്രസംഗിക്കുക, ഒരു മുസ്ലിമിനെ പറ്റി വേറൊരു മുസ്ലിം പ്രസംഗിക്കുക. ഇതൊക്കെ സത്യത്തിൽ രാഷ്ട്രീയ ലാഭമാണ്. അതിനപ്പുറം ഈമാൻ എവിടെ? ആ മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് അവിടെ നിസ്കരിക്കണ്ടാവും? ഈ പ്രതിഷേധം പറയുന്നവൻ തൊട്ടടുത്തുള്ള പള്ളിയിൽ ആ തൊട്ടടുത്തുള്ള വഖത്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടുണ്ടാവൂല. എന്നിട്ടാണ് ഓൻ പ്രതിഷേധിക്കുന്നത്. വികാരമല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ വികാരമല്ല, വിവേകത്തോടുകൂടെ ഇടപഴകുക എന്നുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ആളുകൾക്കൊന്നും അറ്റാക്ക് വരുന്നില്ല. കാരണം ഈ മനസ്സിൽ വെച്ച് ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അറ്റാക്ക് വരുന്നില്ല. അതൊക്കെ ഇങ്ങനെ തുറന്നടിക്കാനുള്ളൊരു അവസരമായി, അത്ര തന്നെ. എല്ലാവരെയും ചീത്ത പറയുക അത് പാടില്ല. ഏതായാലും ഈ ഒരു സ്വഭാവം, അതായത്
മാന്യമായ സംസാരം, ഏറ്റവും നല്ല പെരുമാറ്റം, അത് ആർക്കാ കഴിയുന്നത്? വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം. ഇത് ഈ ഒരു മഹാഭാഗ്യം കിട്ടുന്നത് ക്ഷമയുള്ള മഹാഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. അത് മഹാഭാഗ്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അതാണ് ആ ഹദീസിലെ രണ്ടാമത്തെ കണ്ടന്റ്. അപ്പോൾ ഒന്ന്, സൃഷ്ടാവായ അള്ളാഹുവുമായി ബന്ധപ്പെട്ടത്; രണ്ട്, സൃഷ്ടികളോട് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്; മൂന്നാമത്തേത് നമ്മുടെ മനസാക്ഷിയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മനസാക്ഷിയോട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളുകൾ, നല്ല വാക്ചാതുര്യതയുള്ള ആളുകൾ, നല്ല അറിവുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിത നിലവാരത്തിൻ്റെ മുകളിൽ ഒരുപാട് നിലവാരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ലഭിച്ചിട്ടുള്ള ആ സൗകര്യങ്ങളുടെ പേരിൽ നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും നിരാശപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ആ നിരാശ പാടില്ല. അതാണ് മൂന്നാമത് നമ്മളോടുള്ള ഒരു ബാധ്യതയായിട്ട് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്മഇൽ ഇയാസ മിമ്മാ ഫി യദൈൻ നാസി. ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തിൽ നീ നിരാശ ഒഴിവാക്കണം. ഓരോരുത്തർക്കും ഓരോ നിലവാരമുള്ളത്. വല്ലാഹു ഫളല ബഅലകും അലാ ബഅലിൻ ഫി റിസ്ഖ്. റിസ്ഖിൽ അള്ളാഹു ചിലരെക്കാൾ എന്ത് ചെയ്തിരിക്കുന്നു? ശ്രേഷ്ഠതയാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും വലിയ നിലവാരത്തിൽ ജീവിക്കുന്നു, ഞാൻ താഴെ നിലവാരത്തിൽ. അതൊരു തരം ഈഗോയാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഈഗോയാണ്. അത് പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ നിലവാരത്തിലായാലുള്ള അവസ്ഥ എന്താ? ഇവിടെ സത്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ജീവിത നിലവാരത്തെ നിശ്ചയിച്ചു കൊടുത്തവൻ അള്ളാഹുവാണ്. അതെൻ്റെ മിടുക്ക് കൊണ്ടല്ല. പണ്ടൊരു സമ്പന്നനോട് അതിസമ്പന്നനോട് ഒരാൾ ചോദിച്ചല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഈ മഹാഭാഗ്യത്തിലേക്ക് എത്തിപ്പെട്ടത്, ഇത്രയും വലിയ സമ്പന്നതയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണണ്ട. ഈ ഭാഗ്യം എല്ലാവരുടെയും തലയുടെ മുകളിലൂടെ പോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ ഞാൻ ചാടിപ്പിടിച്ചതാണ് അയാൾ പറഞ്ഞു. അപ്പോഴും ഈ ചോദ്യകർത്താവ് ചോദിച്ചു, ആ ചാടിപ്പിടിക്കാനും ഒരു ഭാഗ്യം വേണ്ടേ? അതൊരു കാര്യമില്ലേ, ചാടിപ്പിടിക്കാനൊരു ഭാഗ്യം വേണ്ടേ? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ, ആ ഭാഗ്യം തലയുടെ മുകളിലൂടെ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരുന്നു. ആ ചാടണ കൂട്ടത്തിൽ ഒരു ചാട്ടത്തിൽ എൻ്റെ കയ്യിൽ കിട്ടി. ശരിയല്ലേ ആ പറയുന്നത്? അല്ലാഹു ആണ് അഹും യഖ്സിമൂന റഹ്മത റബ്ബിക നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെ അവരാണോ ഓഹരി ചെയ്തത്? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ, അവർക്കുള്ള ഉപജീവനത്തെ ഭൗതിക ജീവിതത്തിൽ ഞാനാണ് ഓഹരി ചെയ്തത്. അപ്പൊ MA യൂസുഫ് അലിക്കുള്ളത് അള്ളാഹ് ഓഹരി ചെയ്ത് കൊടുത്തതാണ്. എനിക്കുള്ളത് അള്ളാഹ് എനിക്ക് ഓഹരി ചെയ്ത് കൊടുത്തതാ. അത് കണ്ടിട്ട് ഞാൻ ഇവിടെ കിടന്നിട്ട് ഇടങ്ങേറാകാൻ പാടണ്ട, അതൊന്നിനും പാടില്ല. പക്ഷെ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ വിലയുള്ള കാറും കൊണ്ട് മുന്നോട്ട് പോകുന്നവൻ ഒരു ട്രാഫിക് ജാമിലോ ഒരു സിഗ്നലിലോ കിടക്കുമ്പോൾ വലത്തോട്ട് നോക്കും. അപ്പോൾ അവിടെ ഉള്ളത് 50 ലക്ഷം രൂപ വിലയുള്ള കാറാണ്. ഭയങ്കര സംഭവം, നമ്മുടെ എന്ത് ഒന്നായിട്ടില്ല, അങ്ങനെ നോക്കുള്ളൂ. ഇടത് സൈഡിൽ 1 ലക്ഷം വിലയുള്ള സാധനം കിടപ്പുണ്ട്, അങ്ങോട്ട് നോക്കിയിട്ട് അൽഹംദുലില്ലാ, അങ്ങനെ നോക്കൂല. അത് മനുഷ്യന്റെ സ്വഭാവം. അത് കറക്റ്റ് മർമ്മത്തിലാണല്ലോ ഈ ഹദീസ് വന്ന് പഠിക്കുന്നത്.
ഈ ഹദീസിന്റെ ഓരോ പോയിന്റും കറക്റ്റ് മർമ്മത്തിലാണ്. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി, തൻ്റെ അടിമകൾക്ക് അള്ളാഹു ഉപജീവന മാർഗം വിശാലമാക്കി കൊടുത്തു, എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാകൂലേ? ആകെ കുഴപ്പമാകൂലേ? എല്ലാവരും എം എ യൂസുഫലിനെ പോലെ സൗകര്യം കിട്ടി അള്ളാഹു തആല. എല്ലാവരും ലുലു ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറത്ത് അങ്ങോട്ട് തുടങ്ങി. ആലോചിക്ക്, മലപ്പുറത്ത് മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ അതിൽ ജോലി ചെയ്യാൻ ആൾ വേണ്ടേ? അതിൽ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ ആൾ വേണ്ടേ? അത് വാങ്ങിക്കാൻ ആൾ വരണ്ടേ? ഒന്നിനും ആളുണ്ടാവൂല. അപ്പൊ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. അതിനെ പ്ലാൻ ചെയ്തവൻ അള്ളയാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിരിക്കുന്നു. ചില ആളുകൾ അറിവ് നേടുന്നു, ചില ആളുകൾ സമ്പത്ത് നേടുന്നു, ചില ആളുകൾ ഈ അറിവുള്ളവരുടെയും സമ്പത്തുള്ളവർക്കും ഹിദ്മത്തിനായിക്കൊണ്ടുവരുന്നു, അവർ അതിലൂടെ ജീവിക്കുന്നു. അവിടെ സമ്പന്നന്മാർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ ഞാൻ ജോലി കൊടുത്തോണ്ടാണ് ഇവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്ന്. അല്ല, അവരൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നീ എങ്ങനെ ആയിരിക്കുന്നത്. അല്ലേ? അറിവുള്ളവൻ ക്ലാസ് എടുക്കുന്ന ഞാൻ ചിന്തിക്കാണ്, എൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് എല്ലാ ആൾക്കാരോട് വന്നിരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വന്നത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. എനിക്ക് അവസരമില്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് അവസരമില്ല. അപ്പോ രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല ഓരോ ഉത്തരവാദിത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലുള്ളവനിലേക്കല്ല നോക്കേണ്ടത്. ഇദാ നഫറ അഹദുക്കും ഇലാ മൻ ഫുദ്ദില അലൈഹി ഫിൽ മാലി വൽ ഖൽഖ്, സൃഷ്ടിപ്പിലും സമ്പത്തിലും അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആരെങ്കിലും കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ മൻ ഹുവ അസ്ഫല മിൻഹു, താഴെയുള്ളതിലേക്ക് നോക്കണം. താഴെയുള്ളതിലേക്ക് നോക്കിയാൽ അള്ളാഹു എനിക്ക് ചെയ്തു തന്ന സൗകര്യം എത്രമാത്രം വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കണം. പഠിച്ചവനെ, ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തിയില്ലല്ലോ. ഞങ്ങൾ ബാഖിയാത്ത് സാലിയാത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഹസ്രത്ത് പറയും, ഞങ്ങളിങ്ങനെ ഈ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവധിയാണ്. അപ്പോൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നാട് കറങ്ങാൻ പോകും, കാണാനും പഠിക്കാനും അറിയാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പള് ആ വഴിക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ച് എന്താ ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ കറങ്ങാൻ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് തമിഴിലാണ് പറയുന്നത്. സോംബേരി എന്ന് വിളിച്ചിട്ടേ തുടങ്ങുള്ളൂ. സോംബേരി എന്ന് പറഞ്ഞാൽ മടിയൻ. എടാ സോംബേരി, പോയി CMC ഹോസ്പിറ്റലിൽ പാറാ, CMC ഹോസ്പിറ്റലിൽ പോയി നോക്കടാന്ന്. അവിടെ നിനക്ക് പഠിക്കാൻ ഒരുപാട് കാര്യമുണ്ട്, അറിയാൻ ഒരുപാട് എൽമുകളുണ്ടെന്ന്. അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് CMC, വേൾഡ് ലെവൽ വലിയ ഹോസ്പിറ്റലാണ് CMC ഹോസ്പിറ്റൽ. ബാഖിയാത്ത് സാലിയാത്തിൽ നിന്നിട്ട് 1/2 കിലോമീറ്റർ നടന്നാൽ CMCയിലേക്ക് എത്താൻ കഴിയും. അവിടെ ചെന്ന് നോക്കണം. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിദ്യാർത്ഥി ജീവിതമാണ്. 19 വയസ്സ് പ്രായമാണ്, വിദ്യാർത്ഥി ജീവിതമാണ്. ആ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, വാശിയും ദുർവാശിയും ചില എടുത്തുചാട്ടമൊക്കെ, വല്ലാഹി അതൊക്കെ ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ തുടങ്ങിയപ്പോൾ ഇല്ലാണ്ടായി. നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ പോലെ എല്ലാം മൂടിക്കെട്ടി ആരും കാണാത്ത പോലെയല്ല അവിടുത്തെ എല്ലാ വിഷയങ്ങളും. അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർട്ട് സർജറി ചെയ്ത ആൾ സർജറി ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. ഓരോരുത്തരുടെ അവസ്ഥയും നമ്മളെപ്പോഴും ഒന്ന് സന്ദർശിക്കുക, ആതുരാലയങ്ങൾ സന്ദർശിക്കുക, ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ ഒന്ന് സന്ദർശിക്കുക. ആ പോകുന്ന പോക്കിൽ ഒരു 10 പൊതിച്ചോറ് കയ്യിൽ പിടിച്ചോ, അതല്ലെങ്കിൽ 10 ആൾക്ക് കൊടുക്കാനുള്ള ഒരു സദക്ക കയ്യിൽ വെച്ചോ, എന്നിട്ടൊന്ന് പോയി നോക്ക്. അതിന് അവകാശികളുണ്ട് അവിടെ, അത് മേടിക്കും ആൾക്കാർ. അപ്പം മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു എനിക്ക് തന്ന സൗഭാഗ്യം എത്രയാണെന്നുള്ളത്. ഞാൻ ഈ കുറ്റിപ്പുറത്ത് നിന്ന് വരുമ്പോൾ, പൊന്നാനി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറ്റിപ്പുറം വഴി ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇതിലൂടെ പോകുമ്പോൾ എനിക്കൊരു ഈമാനികമായ വർധനവുണ്ടാകും. ഈ വഴിക്ക് പോകുമ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് തിരുനാവായ
വഴി പോകുമ്പോൾ എനിക്കൊരു ഈമാനികമായ വർധനവുണ്ടാവും. അതെന്താ? ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ പറപ്പൂർ ദറസിലെ ഓതി പഠിച്ചിരുന്നത്. കുറച്ച് കാലം വലിയ പറപ്പൂർ ദറസിലേക്ക് ഞാൻ വരുമ്പോൾ, നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് കയ്യിൽ പൈസ ഇല്ല, നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കുറ്റിപ്പുറത്ത് രാത്രി ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്ന് ഇങ്ങനെ പോയി ദർസിൽ പോയി കയറും. കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആ വിശപ്പോടെ പോയി കിടന്നുറങ്ങും. ഇന്ന് എയർ കണ്ടീഷൻ കാറിൽ ഏറ്റവും ആധുനിക സംവിധാനത്തിൽ എനിക്ക് പോകുമ്പോൾ എൻ്റെ ഓർമ്മ അതാണ്. എൻ്റെ കാറിനേക്കാൾ വലിപ്പമുള്ള കാറിനെ പറ്റിയോ എൻ്റെ വീടിനേക്കാൾ വലിപ്പമുള്ള വീടിനെ പറ്റിയോ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ ശീലിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായൊരു ഹദീസാണത്. സത്യത്തിൽ ഞാൻ ഈ ഹദീസ് വായിക്കാൻ വേണ്ടിയല്ല ഫയൽ തുറന്നത്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ രണ്ടാമതാണ് ആ ഫയൽ തുറന്നത്. ഇവിടെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ വേണ്ടിയുള്ളൊരു പോയിന്റ് പണ്ഡിതന്മാർ പറഞ്ഞ ഇതാണ്. അതായത് റാഹത്തുൽ ജിസ്മി ഫീ ഖില്ലത്തി തആം, ശരീരത്തിൻ്റെ റാഹത്ത്, ശരീരത്തിന് സുഖം കിട്ടണമെങ്കിൽ ഫീ ഖില്ലത്തി തആം, കുറച്ച് ഭക്ഷണം കഴിക്കുക. കുറേ ഇന്നിപ്പോൾ അതിൻ്റെ കാലത്തിലേക്കാണല്ലോ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനല്ല പ്രാധാന്യം, ഭക്ഷണം കുറയ്ക്കുന്നതിനെ പറ്റി, പട്ടിണി കിടക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ശരീരത്തിന് സുഖം കിട്ടാൻ ശരീരത്തിന് ഏറ്റവും നല്ല അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുലുസുൻ ലി തആമിഹി വസുലുസുൻ ലി ശറാബിഹി വസുലുസുൻ ലി നഫസിഹി. 1/3 ഭക്ഷണത്തിന്, 1/3 വെള്ളത്തിന്, 1/3 ശ്വാസം വിടാൻ. ഇത് ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ല. വെള്ളം കുടിക്കണമെന്ന് തന്നെ കഷ്ടിച്ചാണ്, കാരണം അത്ര അധികം മനുഷ്യൻ ഭക്ഷണം കഴിക്കുക. അതിൻ്റെയൊക്കെ പുറമെ വേറൊരു വിഷയം കൂടെയുണ്ട്. ഭക്ഷണത്തിൽ നമ്മളുടെയൊക്കെ ഭക്ഷണ ടൈം 5 ടൈമായിപ്പോൾ അല്ലേ. രാവിലെ പല ആളുകളും രാവിലെ ഒരു ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, പിന്നെ 4 മണി ചായ, പിന്നെ ഇഷ. അതിനിടയിൽ മഗ്‌രിബ് വീണ്ടും ചില ആൾക്കാർ ചായ കുടിക്കും. അങ്ങനെയുണ്ട്. എന്തായാലും ചുരുങ്ങിയ പക്ഷം 5 നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ കയ്യിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരത്തിൽ ഭക്ഷണത്തെ പരിമിതപ്പെടുത്തിയിരുന്നു. ഒരു നേരം, അപൂർവമായിട്ടേ 1ന്റെ മുകളിലേക്ക് കൂടുതൽ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ വന്നിട്ടുള്ളത് രാവിലെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു, രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് മറ്റേ മിക്ക ഹോട്ടലുകളും തുറക്കുന്നതിന് മഗ്‌രിബ് ഉണ്ടാണ്. മഗ്‌രിബോട് കൂടിയാണ് മിക്ക ഹോട്ടലുകളും ഓപ്പൺ ആകുന്നത് തന്നെ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ഭക്ഷണത്തിൻ്റെ ഇത് അവസാനിപ്പിച്ചു. പിന്നെ ഇല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സംസാരമില്ല, കിടന്നുറങ്ങും, കൂടുതൽ സമയമില്ല, പരമാവധി നേരത്തെ എഴുന്നേൽക്കും. അപ്പോൾ റാഹത്തുൽ ജിസ്മ്, ശരീരത്തിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ ഖില്ലത്തി തആം, കുറഞ്ഞ ഭക്ഷണത്തിലാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ താല്പര്യമില്ലാതെയാണ് കണ്ടിരുന്നത്. ഒരാൾ വലിയ വയറുമായിട്ടൊരിക്കൽ വന്നു, ഒരു കുംഭവയർ ഉള്ള ഒരാൾ, അയാളെ കണ്ട്. അപ്പോൾ വേറെ സഹാബി മുഖേന ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് നബീനെ കാണാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറിൽ ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല എന്ന്. വയറും വീർപ്പിച്ചിട്ട് നമ്മുടെ ജീവിതം ഇതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് വയറ് വീർത്തു വന്നു, ഇപ്പോൾ വയറ് വീർത്തിരിക്കുക എനിക്ക് കൂടുതലാണ്. ഭക്ഷണത്തിൻ്റെ കൂടുതൽ, നമ്മൾക്ക് സമയം ഇല്ല, സമയത്തിനനുസരിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്, അത് കുറയ്ക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തായാലും അടുത്ത വാക്ക് വറാഹത്തുൻ നഫ്സി ഫീ ഖില്ലത്തിൽ ആസാം, മനസ്സിൻ്റെ സമാധാനം, മനസ്സിൻ്റെ സുഖം ഫീ ഖില്ലത്തിൽ ആസാം, പാപങ്ങൾ കുറയ്ക്കുമ്പോഴാണ്. തെറ്റ് കുറയുമ്പോൾ, തിന്മകൾ കുറയുമ്പോൾ മനസ്സിന് നല്ല സുഖമായിരിക്കും. ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും, എപ്പോഴും അതിനെപ്പറ്റിയുള്ള ഫിക്ർ മനുഷ്യന് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ
അപ്പം തിന്മയുടെ അവസരം വരുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് മാറിക്കുക. അതിക്ക് വേണ്ട. ആ മാറി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. മാറി നിൽക്കുമ്പോൾ ഇപ്പം മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അപ്പോൾ ഒരു വൃത്തികേട് കണ്ട് വേഗം അത് ഓപ്പൺ ആക്കാതെ അങ്ങോട്ട് മാറി, അപ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് ഓപ്പൺ ആക്കി അത് കണ്ടതിന് ശേഷം അത് കാണണ്ടായിരുന്നു, അത് നിസ്കാരത്തെ ബാധിക്കും, എൻ്റെ ഇബാദത്തിനെ ബാധിക്കും. പിന്നെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത് പറഞ്ഞത് വറാഹത്തുൽ ലിസാനി ഫീ ഖില്ലത്തിൽ കലാം, നാവിൻ്റെ റാഹത്ത് ഫീ ഖില്ലത്തിൽ കലാം, വർത്താനം കുറയ്ക്കുമ്പോഴാണ്. കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് അല്ലല്ല നാവിന് സുഖം കിട്ടുക. അപ്പോൾ ഇതാണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹദീസ് നമ്മൾ തുടങ്ങിയ വിഷയത്തിലേക്ക് എത്താം. ഈ ഹദീസിൽ നിന്നുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂന്നും ചേരുമ്പോൾ ഒരാൾ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് വന്നു. ഇപ്പം നിസ്കാരത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയില്ലാതായി, അതുപോലെ പൊതുസമൂഹത്തെ വെറുപ്പിക്കുന്ന സംസാരങ്ങൾ ഒരാൾക്കുണ്ട്, അതുപോലെ മറ്റാളുകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത സൗഭാഗ്യത്തിലും സൗകര്യത്തിലും മനസ്സ് നിരാശപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടായാൽ അവനെ പിശാചിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് ആ കൈകാര്യം ചെയ്യുന്നതിലൂടെ അവനെ കുഫ്രിയത്തിലേക്ക് എത്തിക്കാനും പറ്റും. അള്ളാഹു തആല പറഞ്ഞ ഒരു ഭാഗം നമുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അത് പൂർത്തിയാക്കുന്നില്ല, അതിൻ്റെ വിശദീകരണം അടുത്ത ആഴ്ച. അള്ളാഹു തആല നമ്മളോട് നമ്മളുടെ ശത്രു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ശൈത്താനെ മാത്രമാണ്, ഇബ്ലീസിനെ മാത്രമാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിലുള്ളത് അതിൽ വിശിഷ്ടമായത് ഹലാലായ രീതിയിൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക. പിന്നെ പറഞ്ഞ വർത്താനം വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ്റെ ഖുതുവാത്തുകൾ പിൻപറ്റരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഖുതുവാത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ പോയിന്റിൽ നിന്ന് വേണം അടുത്ത ക്ലാസ് ആരംഭിക്കാനുള്ളത്. ശൈത്താൻ്റെ ശത്രുത എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ശൈത്താൻ ശത്രുവാണ് നമുക്കറിയാം. ഇബ്ലീസിൻ്റെ പേര് വെക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി പറയും, ഒക്കെ പറയും. കറക്റ്റ് ഓരോ പോയിന്റുകളും അറിയണം, ഖുതുവാത്തുകൾ എന്താണെന്ന് അറിയണം. ഈ ഖുതുവാത്തുകളിലേക്ക് ശൈത്താൻ നമ്മളെ എത്തിക്കുന്ന രീതി എന്താണെന്ന് അറിയണം. ശൈത്താന് മനുഷ്യനോട് ഇത്ര വലിയ ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയണം. അതൊക്കെ അറിയുമ്പോൾ നമ്മൾ അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കും, നമ്മൾ തിരിച്ചറിയും. ഇബാദു ഷെയ്ത്താനുണ്ട്, ഷെയ്ത്താന് ഇബാദത്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ ഷെയ്ത്താൻ ഇബാദത്ത് എടുക്കുമോ ചോദിച്ചാൽ ഇല്ലയെന്നേ പറയുള്ളൂ. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമ്മളതിൻ്റെ ആൾക്കാരായിരിക്കും, നമ്മളതിൻ്റെ മെയിൻ ആൾക്കാർ നമ്മളായിരിക്കും. കാരണം ഷെയ്ത്താൻ അവൻ്റേതായ ഭയങ്കര നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഭയങ്കരമാണ് അവൻ്റെ. കൃത്യമായി പോയിന്റുകളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ എത്തിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് കുഫ്രിയത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ പറയപ്പെട്ട 3 വിഷയങ്ങളിൽ നിന്നാണ്. ആ വിഷയങ്ങളിലേക്ക് നമ്മളെ ശൈത്താൻ എത്തിക്കുന്ന രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.